ഈ ഭരണപക്ഷമാകാനും പ്രതിപക്ഷമാകാനും ഒരല്പസമയം എടുക്കണം. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴത്തെ കാലത്ത് ഒരു ചായ ഇടാനായിട്ട് വെള്ളവും പാലും ഒക്കെ നമ്മൾ അടുപ്പിൽ വെച്ചാൽ, ഈ സാധാരണ വിറകടുപ്പാണെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഗ്യാസ് അടുപ്പാണെങ്കിൽ ഒരു റീസണബിൾ ടൈം എടുക്കും. പക്ഷേ ഈ ഇലക്ട്രിക് കുക്കറുകൾ ഇപ്പോഴത്തെ ഉള്ള ടൈപ്പിലുള്ള ഇലക്ട്രിക് എക്യുപ്മെൻ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങ് കുമ്പള പൊട്ടും. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ വിറകടുപ്പാവുകയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു അടുപ്പാവുകയോ മാറുന്നൊരു സാവകാശം കാര്യങ്ങൾക്കൊക്കെ എടുക്കേണ്ടത് അനിവാര്യമായതാണ്. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ വിജയത്തിൽ കിളിപോയി നിൽക്കുന്ന പലരെ പോലെയും അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കിട്ടി പലരും കിളിപോയതുപോലെ ഈ പ്രതിപക്ഷത്തായവരും വല്ലാണ്ട് കിളിപോയതുപോലെ അങ്ങ് പെരുമാറുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പ്രതിപക്ഷം കരുത്തുള്ളതായിരിക്കണം. പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തെ ശരിയായ ദിശയിൽ നയിക്കേണ്ടത്. പ്രതിപക്ഷ സ്വരമാണ് തിരുത്തേണ്ടത്. പക്ഷേ എനിക്ക് പലതും കണ്ടപ്പോൾ തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ മൂന്നാം തവണയും ഉറപ്പിച്ചു എന്ന മട്ടിൽ എല്ലാം തയ്യാറായി നിന്നിട്ട് ഇത്രയും കനത്തൊരു പരാജയം കിട്ടിയെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം പല നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു പലതും കാണുമ്പോൾ. കാരണം ഈ വോട്ടെണ്ണലിൻ്റെ അന്ന് 9 മണിക്ക് കണ്ണൂരിൽ പത്രസമ്മേളനം വിളിച്ചിരുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രി. എതിരാളികളെപ്പോലും വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. പലരും ഈ UDF പാളയത്തിലുള്ളവർ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വിജയാഘോഷത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ പോലും പ്രകടമായി നടത്താൻ പലരും അറയ്ക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്തു. അത്രമേൽ ടഫായിട്ടാണ് ഈ LDFൻ്റെ ഒരു കാര്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള ഒരു നെറ്റ്വർക്കിനെയൊക്കെ നോക്കിക്കണ്ടത്. അത് കഴിഞ്ഞ് ഈ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെ കൊച്ചിയിലെ ഒരു കുടിയിറക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ ചെന്നപ്പോഴേക്ക്, അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വകുപ്പുകൾ പോലും തീരുമാനിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, മന്ത്രിമാരൊക്കെ ആയി അങ്ങനെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പോലീസുകാർ അവിടെ കുടിയിറക്കാൻ ചെന്നപ്പോഴേക്ക് അതിഭയങ്കരമായ പ്രസ്താവനകൾ വന്നു തുടങ്ങി. അവർക്ക് പട്ടയം നൽകണം. ആരെ പട്ടയം നൽകേണ്ടത്? 2 ദിവസമായ ഗവൺമെൻറ്റോ? ആ പട്ടയം നൽകാത്തതിൻ്റെ കാര്യം ഞങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടന്നവരാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തവരാണ്, ഇങ്ങനെ ചെയ്തവരാണ്. ഒരു സൊല്യൂഷനും ഇല്ലാതെ അവിടെ കിടന്നത് ഈ ആളുകൾ മൊത്തം, സത്യം പറഞ്ഞാൽ. എന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ തോറ്റ MLA പത്രസമ്മേളനം നടത്താൻ പോയപ്പോൾ നാട്ടുകാർ തന്നെ തട്ടിക്കയറി, ഇയാൾ ഇത്രയും നാൾ എവിടെ ആയിരുന്നെന്ന് ചോദിച്ച്. അങ്ങനെയാണ് ജനത്തിൻ്റെ ഒരു ബോധ്യം. അപ്പോഴാണ് ആ സംഗതി വരുന്നത്. അതിനിടയിൽ നമ്മുടെ BJPയുടെ ഒരു പരിഹാസ സൗജന്യ യാത്രയുടെ ജാഥയൊക്കെ ഉണ്ടായിരുന്നു. അതതിൻ്റെ വഴിക്കങ്ങ് പോയി. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ED റെയ്ഡ് നടന്നു. ആ ED റെയ്ഡ് നടന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് വളരെ പക്വതയോടെ പ്രതികരിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അദ്ദേഹം EDയെ ഇങ്ങോട്ട് അയച്ച അമിത്ഷയ്ക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. ഇന്ന് അദ്ദേഹം പ്രതികരണം കുറച്ചുകൂടി പക്വതയുള്ളതായിരുന്നു. എന്നോടൊന്നും ചോദിച്ചില്ല. ഈ മകളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, സത്യമാണ്. ചില ചാനലിലൊക്കെ 256 അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തൊരു പൊട്ടത്തരം അതൊക്കെ. ഒരാൾക്ക് 256 അക്കൗണ്ടൊന്നും ഉണ്ടാവില്ല. ഇത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട CMRLുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ വിവിധ സപ്ലയേഴ്സിൻ്റെ അതുമായി അനുബന്ധപ്പെട്ടവരുടെ കുറേ അക്കൗണ്ടുകൾ ചെയ്തു കാണും. അതിലൊരെണ്ണമായിരിക്കും വീണയുടേത്. അപ്പോൾ വീണയുടെ 256 അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് വീണ ഉൾപ്പെടെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നോടൊരക്ഷരവും ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഈ സമരത്തിൻ്റെ ബഹളത്തിൽ പറഞ്ഞതെന്താ, ഒരു 82 വയസ്സുകാരനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്നോടൊരക്ഷരവും ചോദിച്ചില്ല. അവരിതെല്ലാം പരിശോധിച്ചു, രേഖകളൊക്കെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ എടുത്തു കാണും, പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇത്ര മാത്രമേ സംഭവിച്ചുള്ളൂ. അതിന് സംസ്ഥാനമൊട്ടാകെ, ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ കാര്യത്തിനും നൽകുന്ന അനാവശ്യമായ സമരങ്ങൾ കണ്ട് ജനങ്ങൾ അപഹാസ്യമായി ചിരിക്കുകയാണ്. നമ്മുടെ വീണമാടത്തിൻ്റെ പെടലി ഒടിഞ്ഞത് എത്ര കോമഡിയായിരുന്നു. യഥാർത്ഥത്തിൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചാണ് എല്ലാ വാർഡുകളിലും മണ്ഡലങ്ങളിലും ഏരിയയിലും ഒക്കെ ജാഥ നടത്തിയത്.
പക്ഷേ അവരുൾപ്പെടെ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പഴയ കാലമല്ല. ഇന്ന് ജനങ്ങളെല്ലാം കൃത്യമായി മൊമെൻ്റസായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബഹളവും ഒച്ചപ്പാടും എല്ലാം നടത്തി. ഇന്നതുപോലെ നമ്മുടെ വി ശിവൻകുട്ടി സാറിൻ്റെ പേജിലൊരു പോസ്റ്റ്. എന്താ സംഗതി? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിൻ്റെ സിലബസ് കാലഹരണപ്പെട്ടതാണ്, അത് തിരുത്തണം. ഇത്രയേ പറഞ്ഞുള്ളൂ. സിലബസ് തിരുത്താൻ കമ്മിറ്റി ഉണ്ടാക്കിയില്ല. എന്താണ് തിരുത്തുന്നതെന്ന് പുറത്തു വന്നില്ല. ഏത് ക്ലാസ്സിലെയാണ് തിരുത്തുന്നതെന്ന് തീരുമാനിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നെടുങ്കൻ പോസ്റ്റ് അങ്ങിറങ്ങി. എന്താ പോസ്റ്റ്? ആ പോസ്റ്റിൽ പറയുന്നത്, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ഗൂഢനീക്കം അനുവദിക്കില്ല, പൊതുവിദ്യാലയം സംരക്ഷിക്കുക വരും തലമുറയ്ക്കായി. ഇത് വല്ലവരും ചെയ്തോ? എന്തെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയോ? ഏത് പാഠ്യപദ്ധതിയാണ് തിരുത്തുന്നതെന്ന് പറഞ്ഞോ? അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പോഴേ കാർഡങ്ങിട്ടു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ഗൂഢനീക്കം. സത്യത്തിൽ CBSEയുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഈ വർഷമൊക്കെ അഡ്മിഷൻ കൂടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഈ സംഗതി അങ്ങ് വെല്ലുവിളിച്ചേക്കുക, പോസ്റ്റ് അങ്ങിട്ടേക്കുക. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ, അതും മുതിർന്ന നേതാക്കൾ, VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ട ദിവസം ED റെയ്ഡ്. അതെവിടാ? 14 സ്ഥലങ്ങളിൽ. എന്നാ റെയ്ഡ് നടക്കുന്നത്? കോടതിയിൽ റെയ്ഡ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസ് പോയി. അത് തള്ളിയതിന് ശേഷം റെയ്ഡ് തുടരാം എന്ന് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അന്നാണ് ഒരു VD സതീശൻ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. ഇന്നതിന് നല്ല കിടുക്കാച്ചി മറുപടി കൊടുത്തു മുഖ്യമന്ത്രി VD സതീശൻ സാറ്. ദേ ആ മറുപടി ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാൻ പറഞ്ഞേക്കണം. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എന്റെ ഉള്ളില്. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവര് തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? നരേന്ദ്രമോദിയെ കണ്ട് സത്യമല്ലേ? മുതിർന്ന നേതാക്കളാണ് അത് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാകെ 10 ദിവസമോ 15 ദിവസമോ ആയൊരു ഗവൺമെൻറ്റാണ്. അപ്പോഴേക്കങ്ങ് അസ്വസ്ഥരായി മൊത്തം. ഇത് 5 കൊല്ലം കഴിയണ്ടേ? 102 സീറ്റില്ലേ? പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണെങ്കിൽ പറയാൻ 2 3 പേരെ കുത്തിമറിച്ചാൽ ഇതങ്ങ് മറിയുമെന്ന്. ഇത് 102 എണ്ണം കിടക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇത്ര ധൃതി വെച്ച് ബഹളം വെച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ വിദ്യാലയത്തിൻ്റെ സംഗതി മാറും, അല്ലെങ്കിൽ സിലബസ് കാലഹരണപ്പെട്ടതാണെന്ന് പറയുന്നതിന് മുമ്പ് പൊതുവിദ്യാലയ പ്രതിരോധ വിജ്ഞാന യജ്ഞം ഒക്കെ എപ്പോഴേ അങ്ങ് തുടങ്ങിയാലെങ്ങനാ? കുറച്ചൊന്ന് കഴിയട്ടെന്ന്, ഒരല്പ സാവകാശം കൊടുക്ക്. നിങ്ങൾ വേണം നല്ല കരുത്തോടെ നിങ്ങൾ ഭരണപക്ഷത്തെ വിമർശിക്കണം. പക്ഷേ ഒരിത്തിരി സമയം കൊടുക്ക്, അവരൊന്ന് ചലിക്കട്ടെ.